ഹായ് ഹലോ അസ്സാം വലൈക്കും. നല്ല സൂപ്പർ ടേസ്റ്റി കൂന്തൽ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു വേണ്ടി ഒരു ഫ്രൈ പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുക്കാം. പിന്നെ ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞിടാം. ഉള്ളി നല്ല ബ്രൗൺ കളറാകുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഉള്ളി ചെറുതായി ക്രഷ് ചെയ്തും ഇട്ടെടുക്കാം. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഇതെല്ലാം കൂടി മിക്സി ഗ്രൈൻഡറിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിടാം. അത് ഉള്ളി നന്നായി വഴറ്റിയ ശേഷം അതിലോട്ട് ഈ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയം ഇതിൻ്റെ കൂടെ പച്ചമുളകും ഗ്രൈൻഡ് ചെയ്തിടാം. എരിവിനനുസരിച്ച് വേണമെങ്കിൽ 1-2 പച്ചമുളകും കൂടെ ഇടാം. പിന്നെ തക്കാളി പേസ്റ്റ് ആക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. നന്നായി വഴറ്റി കൊടുക്കാം. നന്നായി വഴറ്റി ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഒരു പേസ്റ്റ് രൂപത്തിലാകുന്നത് വരെ വഴറ്റി കൊടുക്കുക. ശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില കുറച്ച് ചേർത്താൽ മതി, കൂടുതലായാൽ കൂന്തലിൻ്റെ ഫ്ലേവർ അങ്ങ് മാറിപ്പോവും. അപ്പോൾ ഞാൻ കുറച്ച് കറി ലീവ്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പൈസ് പൗഡേഴ്സ് എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നെല്ലാം ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പച്ചമുളകും കുരുമുളകും നിങ്ങൾ ഒരു എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ എല്ലാം വഴറ്റി കൊടുത്തതിന് ശേഷം കൂന്തലും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ട് പിന്നെ കൂന്തൽ കുറേ സമയം പുറത്ത് വെക്കണ്ടല്ലോ വിചാരിച്ച് കുരുമുളകിൽ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്ത കൂന്തലാണ്. ഇങ്ങനെ നിങ്ങൾ ചേർക്കണ്ട, ഡയറക്റ്റ് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ മൂടിയിട്ട് നന്നായി അടച്ച് വെച്ച് വേവിക്കുക. വെള്ളം കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അല്ല കൂടുതൽ ഗ്രേവി വേണ്ട, ഒരു റോസ്റ്റ് ടൈപ്പ് ആണ് വേണ്ടതെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട. അപ്പോൾ നമ്മൾ ടേസ്റ്റി കൂന്തൽ റോസ്റ്റ് റെഡി.